നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയുമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ ദാസ് ദീപ്തി എന്ന ഈ ദാസരുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം അയക്കണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് സകല ആത്മീക അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 13 വരെ കാണുന്ന സ്നേഹത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ സ്നേഹത്തിൻ്റെ വചനങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്ക് അനുഗ്രഹപൂർണമായി തീരുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച പ്രിയമുള്ളവരെ ആശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വിവാഹത്തോടനുബന്ധിച്ച് സൂചിപ്പിക്കാറുള്ള ചില കാര്യങ്ങൾ ചുരുക്കമായി സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓരോ വിവാഹ ശുശ്രൂഷയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ പ്രതിജ്ഞകളെ പുതുക്കുവാനുള്ള ഒരു അവസരമായി തീരണം ഈ ഓരോ വിവാഹ ശുശ്രൂഷയിലെയും പങ്കുകൊള്ളൽ. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള അവസരം കൂടെ ആകണം. അപ്രകാരമാണോ കുടുംബജീവിതം നയിക്കുന്നത്, അതോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു റീതിങ്കിങ്ങിനുള്ള അവസരങ്ങളായിട്ട് ഇവിടെ ഈ ഓരോ വിവാഹ ശുശ്രൂഷയും പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വിവാഹവുമായി ബന്ധപ്പെടുത്തി ഒത്തിരി തമാശകൾ പല സ്ഥലങ്ങളിലായി പറഞ്ഞ് കേൾക്കാറുണ്ട്. അതെല്ലാം തന്നെ ഒരു വിവാഹശേഷമുള്ള ദമ്പതികളിൽ കാണുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത്. ഒരിക്കൽ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: വിവാഹ സമയത്ത് വധൂവരന്മാർ ഇങ്ങനെ കരം പിടിച്ച് കോർത്ത് നിൽക്കുന്നത് എന്തിനാണ്? അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വെറുമൊരു ഫോർമാലിറ്റിക്കാണ്. ബോക്സിങ്ങിന് മുമ്പ് രണ്ടുപേരും ഇങ്ങനെ കൈ കോർത്ത് നിൽക്കുമല്ലോ, അതിൻ്റെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുടുംബജീവിതത്തിൽ പിന്നീട് അതങ്ങനെ ആയതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്രകാരം തന്നെ ഒരിക്കൽ ഒരാൾ ചെന്നിട്ട് ഒരാളോട് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കുകയാണ്, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ, ഏതാണ് നല്ലതെന്ന്. അപ്പോൾ മനഃശാസ്ത്രജ്ഞൻ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്: നീ എന്നോട് ചോദിക്കുന്നത് ആത്മഹത്യയാണോ അതോ ട്രെയിനിന് തല വയ്ക്കുന്നതാണോ, ഏതാണ് ശരിയാണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഏത് മരണം ഞാൻ വരിക്കണം എന്ന് ചോദിക്കും പോലെയാണ് ചോദിക്കുന്നതെന്ന് പറയുന്നു. വീണ്ടും അടുത്ത് ഒരാൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്: ഡോക്ടറെ, ദീർഘായുസ്സിന് എന്ത് ചെയ്യണം?
അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിവാഹം കഴിച്ചാൽ മതി. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ചെന്ന ആൾ ചോദിക്കുകയാണ്, അപ്പോൾ വിവാഹം കഴിച്ചാൽ ദീർഘായുസ് ഉണ്ടാകുമോ? അപ്പോൾ ഡോക്ടർ പറയുന്ന മറുപടിയാണ്, പിന്നെ നീ ഒരിക്കലും ജീവിതത്തെക്കുറിച്ചേ ചിന്തിക്കില്ല. അപ്പം ഇങ്ങനെ ഈ വിവാഹവുമായി ബന്ധപ്പെടുത്തി കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി ഒത്തിരി തമാശകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു നെഗറ്റീവായുള്ളൊരു പോയിൻ്റാണ് കാണുന്നത്. അതിൻ്റെ പിന്നിലെല്ലാം തന്നെ ഒരു നെഗറ്റീവായുള്ളൊരു ആശയമാണ് കാണുന്നത്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളെ കണ്ടിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാകാം. എങ്ങനെ ഒരു സന്തോഷപൂർണ്ണമായ ഒരു ക്വാളിറ്റിയുള്ള, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി, ഗുണമേന്മയുള്ള ഒരു കുടുംബജീവിതം നയിക്കാമെന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എല്ലാവരും വിവാഹം കഴിച്ചു, എല്ലാവരും ജീവിച്ചു, അതുപോലെ ഞാനും ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം ക്വാളിറ്റിയുള്ള, ഒരു ഗുണമേന്മയുള്ള, മാതൃകയുള്ള ഒരു കുടുംബജീവിതം നയിക്കുക. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു വാക്യം ഞാൻ ശ്രദ്ധയിലേക്ക് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഇന്ന് ഈ ആലയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ ദാസ് ദീപ്തി ദമ്പതികളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഒരു ഏദൻ തോട്ടം ഏൽപ്പിക്കുകയാണ്. അത് കുടുംബജീവിതം എന്നുള്ള ഏദൻ തോട്ടം. അതിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം അതിനെ കാക്കുക, അതോടൊപ്പം തന്നെ അതിൽ വേല ചെയ്യുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വേല ചെയ്യുക, വളരെ മാക്സിമം ഭംഗിയുള്ളതാക്കി തീർക്കുക. അതോടൊപ്പം തന്നെ അതിനെ കാക്കുക, സംരക്ഷിക്കുക. അതിനകത്ത് വേറെ ഉള്ളവർ കടന്നു വരാതെയും അതിന് ദോഷം തട്ടാതെയും നിങ്ങളുടെ കുടുംബജീവിതത്തെ മാക്സിമം സംരക്ഷിക്കുക. ഇത് നിങ്ങൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ്. ആ ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരും. വിവാഹത്തിൻ്റെ ഫസ്റ്റ് പർപ്പസ്, ദൈവം ഈ വിവാഹമെന്ന് പറയുന്നത് സ്ഥാപിക്കുമ്പോഴുള്ള ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് ഞാൻ അവന് തക്കതായ തുണയെ കൊടുക്കും. അപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ഏകാന്തത പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിലൂടെ ഈ പുരുഷനിലും സ്ത്രീയിലും ഉണ്ടാകുന്ന ഈ ഏകാന്തത മാറ്റപ്പെടണം. പകരം ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകണം. ക്രിസ്ത്യൻ ദാസിൻ്റെ കുടുംബജീവിതത്തിൽ ദീപ്തിയുടെ പ്രസൻസ് തന്നിലുള്ള ഏകാന്തതയെ മാറ്റുന്നതായി തീരണം. ദീപ്തിക്ക് ക്രിസ്ത്യൻ ദാസിൻ്റെ പ്രസൻസ് ഒരു ഏകാന്തത മാറ്റുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകണം. പക്ഷേ പല കുടുംബങ്ങളെയും പഠിക്കുമ്പോൾ, ഫാമിലി കൗൺസിലിങ്ങിനായി മറ്റും വരുന്ന കുടുംബങ്ങളോട് അടുത്ത് ഇടപഴകുമ്പോൾ മനസ്സിലാകുന്നത് 10, 12, 15 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബജീവിതങ്ങൾ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിണങ്ങി അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് അവർ എത്തപ്പെട്ടിട്ടില്ല. ഇന്നും ഭർത്താവായിട്ടും ഇല്ല, പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ഏകരായി നിൽക്കുന്നു. അവർ ഏകാന്തത അനുഭവിക്കുന്നു. ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ടാണ് കുടുംബജീവിതം സ്ഥാപിച്ചത്. അവിടെയും ദൈവത്തിൻ്റെ പർപ്പസ് സ്ഥാപിക്കപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ഉദ്ദേശിച്ച ഫസ്റ്റ് പർപ്പസ് ഏകനായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു കൂട്ടായ്മ ഉണ്ടാകുക, അത് നിർബന്ധമായി ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പരസ്പരം ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അതിന് ജീവിത പങ്കാളിയുടെ ഇഷ്ടത്തിന് ഒന്നാമത് സ്ഥാനം കൊടുക്കണം. എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടത്തിന് ഞാൻ ഒന്നാമത് സ്ഥാനം കൊടുക്കുമ്പോൾ ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആയുഷ്കാല കൂട്ടായ്മയാണ്, ലൈഫ് ലോങ് ആയിട്ടുള്ള ഒന്നാണ്. എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ പഴയൊരു ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛൻ, ഈ വേദിയിൽ ഇരിക്കുന്നതിൽ 2 ഡിസ്ട്രിക്ട് ചെയർമാനിൽ ഒന്ന് എന്നെ കൂടെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും അടുത്ത റോബിൻസൺ അച്ഛൻ എൻ്റെ പഴയൊരു ഡിസ്ട്രിക്ട് ചെയർമാനുമാണ്. പഴയൊരു ഡിസ്ട്രിക്ട് ചെയർമാൻ, ഞാൻ സിട്രം ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛൻ. ഒരിക്കലും ഞാൻ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോഴേക്കും അച്ഛൻ ഈ യൂണിക്കോൺ ബൈക്കിൻ്റെ ഒരു ട്രെൻഡുള്ള കാലത്തായിരുന്നു. അച്ഛൻ ഇങ്ങനെ ബൈക്കിൽ വന്ന് ഇറങ്ങി പെട്രോൾ അടിക്കാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പഴയ ഹോണ്ട ഷൈനുമായിട്ട് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്ന് ഇറങ്ങി പെട്രോൾ അടിക്കുന്നു, എന്നെ കണ്ടു, ഞാൻ അച്ഛനെ വിഷ് ചെയ്തു. അച്ഛൻ എന്നെ നോക്കി. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ഏകദേശം ഒരു 55-60ഓളം വയസ്സായ അച്ഛനാണ്. യൂണിക്കോൺ ബൈക്ക്, കൊച്ചു പയ്യന്മാർ കൊണ്ടു നടക്കുന്ന ബൈക്കിലാണ് നിൽക്കുന്നത്. ഞാൻ കരുതി അച്ഛൻ്റെ മകൻ്റെ ബൈക്കായിരിക്കും. ഇത് ഞാൻ പഴയ ഹീറോ ഹോണ്ട കൊടുത്തു. അടുത്ത അച്ഛൻ പറഞ്ഞതാണ്, അത് 5 വർഷമായി പഴകിപ്പോയി, അതുകൊണ്ട് ഞാനതിനങ്ങ് മാറ്റി, ട്രെൻഡൊക്കെ മാറി വരെയല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്നെ ഒരു നോട്ടം, അത് കഴിഞ്ഞിട്ട് എൻ്റെ ബൈക്കിലൊരു നോട്ടം, ഇത് മാറ്റാറായില്ലേ, നിന്നെ കുറേ നാളുകൊണ്ട് കാണാനില്ലേ. അപ്പോൾ
ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6 വർഷത്തോളം 6.5 വർഷമായി എൻ്റെ കയ്യിൽ ബൈക്ക് കിട്ടിയിട്ട്. അച്ഛൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് 5 വർഷമാകുമ്പോൾ ബൈക്ക് മാറ്റണം. കുടുംബജീവിതം ആയുഷ്കാല കൂട്ടായ്മയാണ്. പക്ഷേ ഈ പല കുടുംബങ്ങളെ നോക്കുമ്പോഴേക്കും കാണുന്നത് ഒത്തിരി സംഘർഷഭരിതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കറക്റ്റ് വാഹനം ഓടിക്കുന്നവർക്കറിയാം, കറക്റ്റ് സമയത്ത് ഓയിൽ മാറണം, ചെയിൻ ടൈറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോഴേക്കും ടപ്പ് ടപ്പ് എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുകയും കടപെടാന്നുള്ള സൗണ്ടുകൾ കേൾക്കുകയും ചെയ്യുന്നത് പോലെ പല കുടുംബങ്ങളും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഈ പൊട്ടലും ചീറ്റലുകളിലുമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. രസകരമായി ഇങ്ങനെ പറയാറുണ്ട് അതിനെക്കുറിച്ച്. വിവാഹവുമായി ബന്ധപ്പെടുത്തി വിവാഹത്തിൻ്റെ ആദ്യ വർഷം ഭാര്യ പറയുന്നത് എന്ത് പറഞ്ഞാലും ഭർത്താവ് കേൾക്കും. 2ാമത്തെ വർഷം ഭർത്താവ് പറയുന്നതെല്ലാം ഭാര്യ കേൾക്കും. 3ാമത്തെ വർഷം ഭാര്യയും ഭർത്താവും കൂടെ പറയുന്നത് നാട്ടുകാർ കേൾക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഈ കുടുംബം ഇങ്ങനെ നാട്ടുകാർ കേൾക്കത്ത രീതിയിലല്ല, ആയുഷ്കാല കൂട്ടായ്മയാണ്. ലോകത്തിൻ്റെ ട്രെൻഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു കാരണവശാലും ആ ട്രെൻഡിലൊപ്പമുള്ളതല്ല. പകരം എന്നും പുതുമ നഷ്ടപ്പെടാതെ, ഇന്നലെ എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇന്നലെ ഞാൻ നമ്മളെ കണ്ട ഓർമ്മയുണ്ട്, ഇന്നലെ എൻ്റെ ഭർത്താവ് എന്നെ കാണാനായിട്ട് ആദ്യം വന്ന ആ ഒരു ഓർമ്മ, ആ ഒരു പുതുമയിൽ അവസാനത്തോളം നിൽക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ഒരു പഴക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയില്ല. ഈ ആയുഷ്കാല കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബജീവിതം സന്തോഷപൂർണ്ണമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പലരും ചിന്തിക്കുന്നത് ആവശ്യത്തിനുള്ള പണം, ജീവിത സാഹചര്യങ്ങൾ, ഇതിത്രയും ഉണ്ട് എങ്കിൽ കുടുംബജീവിതം ഓക്കെ, എല്ലാ കുടുംബജീവിതവും പെർഫെക്റ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ദമ്പതികളെ അറിയാം. ഈ മകളെ കെട്ടിച്ചു കൊടുത്തു, കെട്ടിക്കൊണ്ട് പോയ വീട്ടിൽ ജീവിത സൗകര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഡൈവേഴ്സ് ആക്കിച്ച മാതാപിതാക്കന്മാരെ അറിയാം. എന്നാൽ ഇതൊന്നും ഈ പറയുന്ന പണമോ ജീവിത സാഹചര്യങ്ങളോ ഒരിക്കലും ഒരു കുടുംബജീവിതത്തിന് അടിസ്ഥാനമായതല്ല. അത് വേണം, പക്ഷെ അതല്ല ഒന്നാമത്തെ സ്ഥാനം. പകരം കുടുംബജീവിതത്തിൽ ഒരു മനസ്സമാധാനം അനുഭവിക്കാൻ സാധിക്കണം. അപ്പോൾ കുടുംബജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ ദാസ് നിങ്ങൾ ആരംഭിച്ച കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായി തീരണം. ദീപ്തി നിങ്ങൾ ആരംഭിച്ച കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിത്വമായി തീരണം. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി തീർന്നുകൊണ്ട് ഒരു സമാധാനത്തിൻ്റെ വാഹകരായി സമാധാനമുള്ള കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യുന്നതെല്ലാം തന്നെ പ്രധാനപ്പെട്ട കാരണം ഈ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ്, ഇത് അനുഭവിക്കാത്തത് കൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അടുത്ത് കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാറുള്ളത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ കുടുംബജീവിതത്തിൽ ഒരു വ്യക്തിത്വ വളർച്ച ഉണ്ടാകണം, വ്യക്തിത്വ വികസനം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. ക്രിസ്ത്യൻ ദാസ് ദീപ്തി ദമ്പതികളുടെ കുടുംബജീവിതത്തിൽ ക്രിസ്ത്യൻ ദാസിൻ്റെ വ്യക്തിത്വത്തിന് വളർച്ച ഉണ്ടാകണം, അംഗീകരിക്കപ്പെടണം, അപ്രീഷിയേറ്റപ്പെടണം. ദീപ്തിയുടെ വ്യക്തിത്വവും അംഗീകരിക്കപ്പെടുകയും അപ്രീഷിയേറ്റപ്പെടുകയും ചെയ്തുകൊണ്ട് വളർത്തപ്പെടണം. അങ്ങനെ ഒരു കൂട്ടായ ഒരു വ്യക്തിത്വ വികാസം കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. ഇത് ഉണ്ടാകുന്നില്ല എങ്കിൽ അത് കുടുംബജീവിതമേ അല്ല, അതൊരു മാരിറ്റൽ ലൈഫേ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിർബന്ധമായും കുടുംബജീവിതത്തിൽ ഒരു വ്യക്തിത്വ വികാസം പരസ്പരം ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സവിശേഷത ഒരു സെക്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പ്, സുരക്ഷിതത്വ ബോധം. ക്രിസ്ത്യൻ ദാസിൻ്റെ സാന്നിധ്യം എല്ലാ കാലത്തും ദീപ്തിക്കൊരു സുരക്ഷിതത്വമായിരിക്കണം. മദ്യപിച്ച് വീടുകളിൽ വന്ന് വഴക്കുണ്ടാക്കുമ്പോഴേക്കും ആ മനുഷ്യൻ വരുമ്പോഴേ അമ്മമാർ ഓടി ഒളിക്കാൻ തുടങ്ങും, മക്കൾ ഓടി ഒളിക്കാൻ തുടങ്ങും. ആ കുടുംബത്തിൽ സുരക്ഷിതത്വമില്ല. ഒരുപക്ഷെ മദ്യപിക്കുകയൊന്നുമില്ല, വളരെ മാന്യനാണ് സമൂഹത്തിൽ, പക്ഷേ കുടുംബത്തിൽ സമാധാനം കൊടുക്കാത്ത ഒത്തിരി അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്. അതും സുരക്ഷിത ബോധത്തിൻ്റെ ലക്ഷണമല്ല. നിർബന്ധമായും കുടുംബജീവിതത്തിലൂടെ ഒരു സെക്യൂരിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബജീവിതത്തിലും അത് നിർബന്ധമായി ഉണ്ടാകണം. എൻ്റെ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ അവൾ എനിക്കൊരു ധൈര്യമാണ്. ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ നീ പേടിക്കേണ്ട, നിനക്ക് ഞാനുണ്ട്. ഭർത്താവ് ഒരു പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുമ്പോഴേക്കും നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുവാനായിട്ടുള്ള ഒരു കെൽപ്പുണ്ടാകണം. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിലും ഇദ്ദേഹം ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തി കെട്ടുമ്പോൾ, അദ്ദേഹത്തെ വാക്കുകളിലൂടെ മുറിവേൽപ്പിക്കുമ്പോൾ ഈ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്.
അത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ദമ്പതികൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളില്ലാതെ ആരും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുകയില്ല. സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകില്ല എന്നുള്ള സത്യം കൂടെ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മളൊരു പരീക്ഷ എഴുതിയാൽ 100 മാർക്കിൻ്റെ പരീക്ഷ എഴുതിയാൽ 40 മാർക്ക് കിട്ടിയാൽ ജയിക്കും. ഒരു മിനിമം ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്താൽ ആ കുടുംബജീവിതങ്ങൾ നിലനിൽക്കും. ഈ മിനിമം ലെവൽ പോലും എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നത്. 40-ന് താഴെ മാർക്ക് കിട്ടിയാൽ ആ വ്യക്തി പരീക്ഷയിൽ തോൽക്കും. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ തോറ്റു, ജീവിതത്തിൽ തോറ്റു. നിങ്ങളുടെ കുടുംബജീവിതം ഒരിക്കലും ഈ തോൽവിയുടെ ഒരു റിസൾട്ടായി തീരരുത്. പകരം വിജയത്തിൻ്റെ 40 50 60 70 100-ന് 100 മാർക്ക് നേടി വിജയിക്കത്തക്ക രീതിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരസ്പരം വിനയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. മിനിമം ലെവൽ എക്സ്പെക്റ്റേഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പരസ്പരം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അത് എൻ്റെ ദമ്പതിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഭർത്താവ് കണ്ടെത്തുവാൻ, ഭാര്യ കണ്ടെത്തുവാൻ, അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും കുടുംബജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പൊരുത്തക്കേടുകളും സ്വാഭാവികമാണ്. അവ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. കുറ്റം പറയരുത്, പരസ്പരം തരം താഴ്ത്തി കെട്ടരുത്. ഏറ്റവും അവസാനമായി പ്രാധാന്യമർഹിക്കുന്നത് പ്രാർത്ഥന. ഏതൊരു കുടുംബജീവിതവും നിലനിൽക്കുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന, വേദപുസ്തക പഠനം. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ അറിയിക്കും. വേദപുസ്തക പഠനത്തിലൂടെ, വചന പഠനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. നിശ്ചയമായും നിർബന്ധമായും പ്രാർത്ഥന, രാവിലെയും വൈകുന്നേരവും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ അടിസ്ഥാനപ്പെട്ട കുടുംബജീവിതമായി തീരുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഈ ദമ്പതികളുടെ കുടുംബജീവിതത്തിലൂടെ സ്വർഗ്ഗീയ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് ഈ ക്രമത്തിൽ ക്രിസ്ത്യൻ ദാസ് ദമ്പതികളെ ആശീർവദിച്ചുകൊണ്ട് അൾത്താരയിലായിരിക്കുന്ന തൊഴുക്കൽ സഭാ ശുശ്രൂഷകനും തൊഴുക്കൽ ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാനുമായിരിക്കുന്ന ബഹുമാനമുള്ള ഡേവിഡ് അച്ഛൻ അവറുകളെ, ഇരുമ്പിൽ സഭാ ശുശ്രൂഷകനും ഇരുമ്പിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാനുമായിരിക്കുന്ന ബഹുമാനമുള്ള റോബിൻസൺ അച്ഛൻ അവറുകളെ, മറ്റു സഭാ ശുശ്രൂഷകരെ, ഇന്ന് വിവാഹിതയായ ദീപ്തി ഇരുമ്പിൽ CSI സൺഡേ സ്കൂളിൻ്റെ ശിശുവപ്പ് ഗ്രേഡ് മുതൽ അഡൾട്ട് ഗ്രേഡ് വരെ ഇന്നേ ദിവസം വരെ വളരെ ശുഷ്കാന്തിയോടുകൂടി പഠിക്കുകയും വളരെയധികം മെച്ചമായിട്ടുള്ള മാർക്കുകൾ നേടി മഹായിടവകയിൽ വളരെയധികം മെച്ചമായിട്ടുള്ള മാർക്കുകൾ കരസ്ഥമാക്കി ഇരുമ്പിൽ CSI സഭയ്ക്ക് നല്ല രീതിയിലുള്ള ട്രോഫികൾ കരസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതിയാണ്. അവരുടെ മാതാപിതാക്കൾ, അതായത് ഇരുമ്പിൽ സഭയിലെ പേരുകേട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് അവരുടെ മാതാവ്. അതായത് കറ്റുവെട്ടി കുടുംബത്തിലെ പരേതരായ ബോണസ് ജെയിനി അവറുകളുടെ മകളുടെ മകളാണ് ദീപ്തി. അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഈ കുടുംബം ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബജീവിതം ഇനിയും മെച്ചമായി തീരുമെന്നതിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ദാസ് പൊറ്റയിൽ CSI സഭയിലെ സജീവ കുടുംബത്തിലെ അംഗങ്ങളുടെ മകനാണ് ക്രിസ്ത്യൻ ദാസ്. ഇവരുടെ കുടുംബജീവിതം വളരെയധികം ഐശ്വര്യസമ്പൂർണ്ണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇരുമ്പിൽ CSI സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള ചെറിയൊരു ഉപകാരം ബഹുമാനമുള്ള ഇരുമ്പിൽ CSI അച്ഛനിൽ നിന്നും ഏറ്റുവാങ്ങുവാൻ ഇരുവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ശ്രേഷ്ഠരെ, ഇന്നിവിടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദീപ്തി ക്രിസ്ത്യൻ ദാസ് നവമിഥുനങ്ങളെ, ക്രിസ്തു പ്രിയ സഭയെ, നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമേ അറിയിച്ചോളട്ടെ. ദീപ്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സഭയുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇരുമ്പിൽ CSI CUF-ൻ്റെ സജീവ അംഗമാണ്. കലാമത്സരങ്ങളിലും മറ്റും ദീപ്തിയുടെ സേവനം സഭയ്ക്ക് അധികം മുതൽക്കൂട്ടായിട്ടുണ്ട്. തുടർന്ന് പോകുന്ന സഭയിലും വളരെയധികം മെച്ചപ്പെട്ട സേവനം കാഴ്ചവെക്കുവാൻ സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ദീപ്തിയുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പൂനിലാവിൻ്റെ പരിശുദ്ധിയും മഞ്ഞുതുള്ളിയുടെ നൈർമല്യവും നിറഞ്ഞൊഴുകുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ സ്വർഗവും ഭൂമിയും സാക്ഷിയായി നവമ ജീവിതത്തിൻ്റെ സുന്ദര സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഒന്നായിത്തീർന്ന നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷത്താൽ മംഗല്യാശംസകൾ നേരുന്നു. സ്വർഗീയ അനുഭൂതിയുടെ വാടാമലർമാല്യമായിരിക്കുന്ന മംഗളകർമ്മമായ വൈവാഹിക ബന്ധത്തിൽ
പരസ്പരം സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ ജീവിത വിജയത്തിന് വഴികാട്ടിയായി തീരട്ടെ. തൂമന്ദഹാസം സുമധുരം തൂകി മാതൃമാനസം കുളിർപ്പിച്ച ശൈശവത്തിന് ശേഷം CSI ഇരുമ്പിൽ CUF അംഗം എന്ന നിലയിൽ ദീപ്തി നൽകിയ സേവനം നിസ്തുല്യമാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സങ്കീർത്തനം 128. നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ സംഗമവും വിശുദ്ധിയുടെ കൈവിളക്കം വിനയത്തിൻ്റെ കല്ലോലിനിയും സംതൃപ്തിയുടെ അജ്ഞലിയുമാകട്ടെ. ക്രിസ്തു സഭയുടെ അംഗങ്ങളായ നിങ്ങൾക്ക് കാൽവരിയിൽ ജ്വലിക്കുന്ന സ്നേഹദീപത്തിൻ്റെ ശാന്തി അരുളുന്നു. പൊൻകതിരുകൾ മാർഗദർശനം നൽകട്ടെ. കർമ്മനിരതമായ നിങ്ങളുടെ ജീവിതം അർത്ഥസമ്പുഷ്ടവും ആദർശധീരവും അനുഗ്രഹകരണീയവും ആയിത്തീരുവാൻ കരുണാസമ്പന്നനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവ് ആശീർവദിക്കട്ടെ, പുത്രൻ സംരക്ഷിക്കട്ടെ, പരിശുദ്ധാത്മാവ് വഴി നടത്തട്ടെ. ിരിക്കുന്ന ക്രിസ്ത്യൻദാസ് ദീപ്തി ദമ്പതികളെ